നമസ്കാരം. ന്യൂസ് അറ്റ് 7:30 സ്വാഗതം. ഞാൻ ഇന്ദിരാ ബാലൻ. പ്രധാന വാർത്തകൾ. ഭക്ഷ്യധാന്യ സംഭരണത്തിൽ ഇന്ത്യ അമേരിക്കയുമായി ധാരണയിൽ. മോചനം ഉടൻ സാധ്യമാകും സുഷമ സ്വരാജ്. രാജ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആസിയാൻ രാജ്യങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 13 സ്ത്രീകൾ മരിച്ചു. വാർത്തകൾ വിശദമായി. ലോക വ്യാപാര സംഘടനയുടെ വ്യാപാര സൗകര്യ കരാറിൽ ഇന്ത്യ ഒപ്പുവയ്ക്കും. ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിഷയത്തിൽ അമേരിക്കയുമായി ധാരണയിലെത്തിയതായി വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. അന്താരാഷ്ട്ര ചരക്കുനീക്കം സുഗമമാക്കുന്നതിനും കസ്റ്റംസ് പരിശോധന സുതാര്യമാക്കുന്നതിനും വഴിയൊരുക്കുന്നതാണ് കരാർ. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിഷയത്തിന്റെ നിർദ്ദേശങ്ങൾ അടുത്ത മാസം 2ാമത്തെ ആഴ്ച ചേരുന്ന WTO ജനറൽ കൌൺസിൽ പരിഗണിക്കുമെന്നും ഈ യോഗത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നും അറിയുന്നു. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ കാര്യത്തിൽ ലോക വ്യാപാര സംഘടന ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതുവരെ ബാലി കരാറിലുള്ള സമാധാന വ്യവസ്ഥ തുടരാനും ധാരണയായി. ഭക്ഷ്യ സബ്സിഡി 10% എന്ന പരിധി മറികടന്നാലും ലോക വ്യാപാര കരാറിലെ വ്യവസ്ഥകളിൽ നിന്നൊഴിവാകുന്നതാണ് വ്യാപാര സൗകര്യ കരാറിലെ സമാധാന വ്യവസ്ഥ. ചരക്ക് കസ്റ്റംസിൽ എത്തുന്നതിനു മുമ്പ് തന്നെ കടലാസു പണികൾ പൂർത്തിയാക്കുക, ഇറക്കുമതി തീരുവ നിർണ്ണയിക്കുന്നതിനു മുൻപ് ചരക്ക് വിട്ടുനൽകുക, ചരക്ക് വിട്ടുനൽകാൻ കസ്റ്റംസിൽ വേണ്ട ശരാശരി സമയം നേരത്തെ നിശ്ചയിക്കുക, നികുതികൾ അടയ്ക്കാൻ ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് വ്യാപാര സൗകര്യ കരാർ. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജ് 2 ദിന സന്ദർശനത്തിനായി UAE-യിൽ എത്തുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻ തടവുകാരുടെ കാര്യത്തിൽ ഇരു രാജ്യവും തമ്മിൽ ചർച്ച ഉണ്ടാകും. വിദേശ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരുടെ കാര്യത്തിൽ ഇന്ത്യ ഇടപെടുന്നില്ല എന്ന വാർത്ത മലനാട് ന്യൂസാണ് ആദ്യം ഉന്നയിച്ചത്. നീതികേടിന്റെ പര്യായമോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എന്ന തലവാചകത്തോടെയാണ് മലനാട് ന്യൂസ് വാർത്ത നൽകിയത്. വിദേശ ജയിലിൽ 6557 പേർ ഉണ്ടെന്ന കണക്കുകൾ നിരത്തിയ മലനാട് വാർത്തയെ തുടർന്ന് രാജ്യസഭയിൽ സുഷമ സ്വരാജ് MP-മാർക്ക് മറുപടി നൽകിയിരുന്നു. തടവുകാരുടെ കാര്യത്തിൽ ഇന്ത്യ വേണ്ടത് ചെയ്യുമെന്ന മന്ത്രിയുടെ ഉറപ്പും MP-മാർക്ക് കിട്ടിയിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും മന്ത്രി വാക്കുപാലിക്കാത്തതും മലനാട് വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ UAE സന്ദർശനം ഇവിടെയുള്ള ഇന്ത്യൻ തടവുകാരുടെ കാര്യത്തിൽ ചർച്ചയാകും. 1000-ഓളം പേർ ഇവിടെ തടവിലുണ്ട്. സ്ത്രീകളും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇവരിൽ 152 പേർ ചതിയിൽപ്പെട്ടവരാണ്. ഇവരുടെ മോചനം ഉടൻ സാധ്യമാകുമെന്നും അറിയുന്നു. ഏതാനും സ്ത്രീകൾ ചതിയിൽപ്പെട്ട് പെൺവാണിഭ കേസിൽ പിടിക്കപ്പെട്ടവരാണ്. വീട്ടുജോലിക്ക് എത്തിയ ഇവരെ പെൺവാണിഭ സംഘം അകപ്പെടുത്തുകയായിരുന്നു. ഇവരിലൊരാൾ രക്ഷപ്പെട്ട് കേരളത്തിലെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഊർജിതമായില്ല. UAE-യിൽ തടവിൽ കഴിയുന്ന ചിലരെങ്കിലും സുഷമ സ്വരാജിന്റെ സന്ദർശനവും ചർച്ചയും കഴിയുമ്പോൾ മോചിതരാകുമെന്ന് UAE-യിൽ നിന്നും അറിയുന്നു. മലനാട് ചാനൽ റിപ്പോർട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഗൌരവപൂർവ്വമാണ് കണ്ടത്. ഇന്ത്യക്കാരായ 6557 പേരാണ് വിവിധ രാജ്യങ്ങളിലായി ജയിലിലുള്ളത്. ചെയ്തു തെറ്റ് എന്തെന്നറിയാത്ത മലയാളികളായ 53 പേരും ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം രാജ്യം ആചരിച്ചു. പൂക്കളെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്റു കുഞ്ഞുങ്ങളെയും അതുപോലെ സ്നേഹിച്ചു. ദേശം, ദേശീയത, ദേശീയോദ്ഗ്രഥനം, ലോകസമാധാനം, വിശ്വസൗഹൃദം, സാർവലൗകികത, സാഹോദര്യം എല്ലാം വരച്ചുകാട്ടി ലോകത്തിന് മാതൃക കാണിച്ച മഹാപുരുഷനായിരുന്നു അദ്ദേഹം. ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് നിർണായകമാണ്. അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങൾ ഭാവി തലമുറകൾക്കും പ്രചോദനമായി. രാജ്യത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ ശക്തിപ്പെടുത്തുന്നതിൽ നെഹ്റു വഹിച്ച പങ്ക് ബൃഹത്താണ്. വീടുകളില്ലാത്തവർക്ക് താൽക്കാലിക ഷെൽട്ടർ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇത്തരക്കാർക്ക് വീട് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർക്കാനും കോടതി പറഞ്ഞു. വീടില്ലാത്തവർക്ക് താൽക്കാലിക ഷെൽട്ടർ നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ എടുത്ത നടപടികളെക്കുറിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.
പോയ കാര്യം എന്തായി? ഒന്നും ശരിയാവുന്നില്ല. അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് മാറിയപ്പോ തുടങ്ങിയതാ കഷ്ടകാലം. കുട്ടികളുടെ കാര്യം തന്നെ നോക്കൂ. ഇങ്ങോട്ട് മാറിയപ്പോ മുതല് പഠനത്തിലും പിറകിലായി, ആരോഗ്യസ്ഥിതിയും മോശമായി. ഇതിനെന്തോ ഒരു പരിഹാരം? വാസ്തുശാസ്ത്ര പ്രകാരം ഒരുപാട് കുഴപ്പങ്ങളുള്ള വീടാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്തും. എത്രയും വേഗം ഈ വീട് വിട്ടു പോവുക എന്നതാണ് ഒരു മാർഗം. അല്ലാതെ ഇതിന് വേറെ പരിഹാരം ഇല്ലേ ജ്യോത്സ്യരെ? നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു പരിഹാരം ശ്രീചക്രം. ശ്രീചക്രമോ? വിദ്യ, ധനം, കീർത്തി ഇവയെല്ലാം ചേർന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു യന്ത്രം. ജാതി മത ഭാഷാ വ്യത്യാസമില്ലാതെ ലോകത്തിൽ ആർക്കും ഉപയോഗിക്കാവുന്നത്. നിങ്ങളിൽ നിറയട്ടെ ഐശ്വര്യത്തിന്റെ ഊർജം. ശ്രീചക്ര. ഫോർ ഡീറ്റെയിൽസ് OKM ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, PU ബിൽഡിംഗ്, MG റോഡ്, ബാംഗ്ലൂർ. ഫോൺ 080-255-99129. OKM ok@vsnl.co. Some sunshine in my life. I wanna feel the raindrops in my life. I wanna have some sparkles of joy in my life. I wanna have some moments last forever in my life. Wear a diamond. Feel divine. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Romana Water Industries is the UAE's renowned group, specialising in purification, filtration, bottling, distribution and supply of high-quality pure drinking water all across the UAE. Romana is the proud winner of the prestigious Dubai SME 100 Award. Romana, taste the difference. Romana, know the difference. Romana, feel the difference. Romana, drops of life. വാർത്തകൾ തുടരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പ്രചാരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആസിയാൻ അംഗരാജ്യങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചത്. ആസിയാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ വിനിമയ സംവിധാനം മെച്ചപ്പെടുത്തുന്ന ഇൻഫർമേഷൻ ഹൈവേക്ക് പ്രാമുഖ്യം നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ മ്യാൻമർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന വട്ടമേശ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി മോദി മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രചാരണ ഭാഗമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള അഭ്യർത്ഥന നടത്തിയതെന്ന് അറിയുന്നു. പിന്നീട് ആസിയാൻ നേതാക്കളുമായും അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥിനി റോജി റോയിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ ലോകം രംഗത്ത്. റോജിയുടെ മരണത്തിലെ ദുരൂഹത മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചു എന്നാരോപിച്ചാണ് സൈബർ ലോകത്തിന്റെ സംഘടിത പ്രതിഷേധം. പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം ഫേസ്ബുക്ക് പേജുകളിൽ നീതി ആവശ്യപ്പെട്ട് നൂറുകണക്കിന് കമന്റുകളാണ് സൈബർ ലോകത്തു നിന്നും പ്രവഹിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 13 സ്ത്രീകൾ മരിച്ച സംഭവം തിളങ്ങുന്ന ഭാരതത്തിന്റെ കരിപുരണ്ട വശമാണ് പ്രകടമാക്കുന്നത്. നാം എത്ര പുറമോടി കാട്ടിയാലും ചിലപ്പോൾ കരി പുറത്തുവരും. അതീവ ഖേദകരമെന്നതിനൊപ്പം രാജ്യത്തിന് അപമാനകരവുമാണ് ബിലാസ്പൂരിലെ കൂട്ടമരണം. ജില്ലാ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ 8-ന് നടത്തിയ സൗജന്യ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയാണ് ബിലാസ്പൂരിലെ അത്യാഹിതത്തിന് കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 83 സ്ത്രീകളുടെയും പശ്ചാത്തലം രാജ്യത്ത് പാവപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ എത്രയോ ദയനീയമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. മരിച്ചവരെല്ലാം തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, പ്രായം 32 വയസ്സിന് താഴെ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകാരം നേടിയിട്ടുള്ള കേരളത്തിൽ പോലും ആദിവാസി മേഖലകളിലും മറ്റും നവജാത ശിശുക്കൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നു. രാജ്യപുരോഗതിക്ക് അനുസൃതമായി സാമാന്യ ജനങ്ങളുടെ ആരോഗ്യരക്ഷ അഭിവൃദ്ധിപ്പെടുന്നില്ലെന്നതാണ് വസ്തുത. ബിലാസ്പൂരിലെ കൂട്ടമരണത്തിനു പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുണ്ടെന്ന് സംശയിക്കുന്നു. തികച്ചും അനാരോഗ്യമായ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയകൾ നടത്തിയതെന്നും അറിയുന്നു. കൂടാതെ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കൾ അണുവിമുക്തമായിരുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ഓപ്പറേഷനു ശേഷം ഈ സ്ത്രീകൾക്ക് നൽകിയിരുന്നതെന്നും ആരോപണങ്ങൾ നിലവിലുണ്ട്.
സംഭവത്തെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ R.K. ഗുപ്തയെയും സഹായിയെയും അറസ്റ്റ് ചെയ്തു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭിക്കുന്നതിന് ആവശ്യമായ റിപ്പോർട്ടുകൾ റവന്യൂ വകുപ്പിൽ നിന്നും കാലതാമസം കൂടാതെ നൽകണമെന്ന് കർശന നിർദ്ദേശം നൽകി. കടലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി അപകടം മൂലം കാണാതാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യുന്ന കേസ് പോലീസ് അന്വേഷിച്ച ആൾ നൺ ട്രേസബിൾ ആണെന്ന് റിപ്പോർട്ട് നൽകുന്ന പക്ഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും വില്ലേജ് ഓഫീസറുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലും കളക്ടർ അല്ലെങ്കിൽ RDOയ്ക്ക് ആളെ കാണാനില്ല എന്ന റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് ധനസഹായം നൽകണം. അത് ലഭിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു ഇൻഡെംനിറ്റി ബോണ്ട് എഴുതി വാങ്ങേണ്ടതും കാണാതായ മത്സ്യത്തൊഴിലാളി തിരികെ വരുന്ന പക്ഷം നൽകിയ ധനസഹായം തിരികെ വസൂലാക്കേണ്ടതുമാണ്. കൂടാതെ കളക്ടറോ RDOയോ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അപകടം മൂലം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി മാത്രം നൽകുന്നത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി നൽകേണ്ടതാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരണപ്പെടുമ്പോഴും അപകടം മൂലം കാണാതാകുമ്പോഴും മൃതദേഹം കണ്ടുകിട്ടിയില്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞു മാത്രമാണ് അവരുടെ അവകാശികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കാണാതാകുന്നവരുടെ ആശ്രിതർക്ക് എളുപ്പത്തിൽ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വാർത്തകൾ ചുരുക്കത്തിൽ. ഭക്ഷ്യധാന്യ സംഭരണത്തിൽ ഇന്ത്യ അമേരിക്കയുമായി ധാരണയിൽ. മോചനം ഉടൻ സാധ്യമാകും സുഷമ സ്വരാജ്. രാജ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആസിയാൻ രാജ്യങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 13 സ്ത്രീകൾ മരിച്ചു. ന്യൂസ് at 7:30 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.